Hello my dear friends, please again come back. മത്സര പരീക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ തെരഞ്ഞെടുത്ത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജി കെ ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. ഓരോ മണിക്കൂറിലും വ്യത്യസ്തമാർന്ന ഞങ്ങൾ നൽകുന്ന ചോദ്യങ്ങൾ ഒന്നും നിങ്ങൾ മിസ് ചെയ്യരുത്. സോ വെൽക്കം ടു ബ്രില്യൻ ടി വി. ഈ മണിക്കൂറിൽ നിതിൻ നമുക്ക് നൽകാനുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? അതെ, എല്ലാവരും സയൻസാണ് ചോദിക്കുന്നത്. സയൻസുമായി ബന്ധപ്പെട്ട ജനറൽ സയൻസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുക. അതെ, അതുകൊണ്ട് തന്നെ സയൻസുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. ഓക്കെ, അതിലൊന്നാമത്തെ ചോദ്യമാണ്, വിച്ച് ആസിഡ് ഈസ് യൂഷ്വലി സ്റ്റോർഡ് ഇൻ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ഡ്യൂ ടു ഇറ്റ്സ് ഹൈ റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഗ്ലാസ്? യെസ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഏത് ആസിഡാണ് എന്നാണ് ചോദിക്കുന്നത്. കാരണം അത് ഗ്ലാസ്സിൽ സ്റ്റോർ ചെയ്യുന്നത് ഹൈ റിയാക്ടിവിറ്റി ഉള്ളതുകൊണ്ട് ഗ്ലാസ്സിൽ പലപ്പോഴും സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല, ഗ്ലാസ് കണ്ടെയ്നേഴ്സിൽ. അപ്പോൾ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലാണ് അത് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ദാറ്റ് ഈസ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ആണ്. ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്, അതെ, HFA എന്ന ചുരുക്കനാമത്തിൽ അറിയപ്പെടുന്ന ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ആണ്. അതൊക്കെ ശ്രദ്ധിച്ചോളൂ, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. പിന്നെ നമ്മൾ നേരത്തെ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ ക്ലോസ് പ്രോസസ്, അതുവഴി ഉണ്ടാക്കുന്ന സൾഫർ, ഈ സൾഫറുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ്. വിച്ച് എലമെന്റ് ഫോംസ് ദ ലാർജസ്റ്റ് അലോട്രോപ്സ് അല്ലെങ്കിൽ ലാർജസ്റ്റ് നമ്പർ ഓഫ് സോളിഡ് അലോട്രോപ്സ്? യെസ്, ഖരാവസ്ഥയിലുള്ള അലോട്രോപ്പുകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് സൾഫർ ആണ്. പലരും കാർബൺ പെട്ടെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളത്, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, സൾഫർ ആണ്. വിച്ച് എലിമെന്റ് ഫോംസ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് സോളിഡ് അലോട്രോപ്സ്? ദാറ്റ് ഈസ് സൾഫർ എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മെറ്റലുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, മെറ്റൽ വിച്ച് ഈസ് യൂസ്ഡ് ഇൻ റെയിൽ റോഡ് ഫ്ലയർ? യെസ്, റെയിൽ റോഡ് ഫ്ലയേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മെറ്റൽ, ഇത് PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, നിങ്ങൾ തെറ്റിക്കരുത്. അത് സ്ട്രോൺഷ്യമാണ്. റെയിൽ റോഡ് ഫ്ലയേഴ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത് സ്ട്രോൺഷ്യമാണ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അപ്പോൾ വിച്ച് മെറ്റൽ ഈസ് യൂസ്ഡ് ഇൻ ദ റെയിൽ റോഡ് ഫ്ലയേഴ്സ് എന്ന് ചോദിച്ചാൽ അത് ശ്രദ്ധിക്കുക, അത് സ്ട്രോൺഷ്യമാണ്. ഓക്കെ, അപ്പൊ ഇതുപോലെ തന്നെ വ്യത്യസ്തമായ മറ്റൊരു ചോദ്യമാണ്, ഫോസ്ഫറസ്. നമുക്കറിയാം ഫോസ്ഫറസ്, പലതരം ഫോസ്ഫറസ് ഉണ്ട്. അതിലെ ഫോസ്ഫറസ് ഏറ്റവും കൂടുതൽ അപ്ലിക്കേഷൻ ഉള്ളത് ഏത് ഇൻഡസ്ട്രിയിലാണ് ചോദിക്കുക? അതെ അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഏത് ഇൻഡസ്ട്രിയിലാണ് ഫോസ്ഫറസ് ഏറ്റവും കൂടുതലായി യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം ഫോസ്ഫറസ് യൂസ് ചെയ്യുന്നത് ഫെർട്ടിലൈസർ ആണ്. ഫെർട്ടിലൈസർ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫോസ്ഫറസ്. നിങ്ങൾ ഓർത്ത് വെക്കുക, ഫോസ്ഫറസ് ഫൈൻഡ്സ് ദ ഇമ്പോർട്ടൻറ്റ് യൂസ് ഓൺ ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി എന്ന് വളരെ പ്രധാനപ്പെട്ട ചോദ്യമായി നിങ്ങളത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ്, spoilage of potato chips which is prevented by packing them in plastic bags which contains in atmosphere, അല്ലെങ്കിൽ ഏത് അന്തരീക്ഷത്തിലെ സാന്നിധ്യത്തിലാണ് സൂക്ഷിക്കുന്നത് എന്ന് ചോദിക്കാം. യെസ്, അതായത് പൊട്ടാറ്റോ ചിപ്സ് നമുക്കറിയാം വളരെ ക്രിസ്പി ആയിട്ടൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടി, തണുത്തു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അത് അതിൽ ഉപയോഗിക്കുന്നത് നമുക്ക് നോർമൽ ആയിട്ടുള്ള ഹ്യൂമിഡിറ്റി ഉള്ള എയർ അല്ല യൂസ് ചെയ്യുന്നത്. അതിന് പകരം നൈട്രജൻ ആണ് ഫിൽ ചെയ്യുന്നത്. നൈട്രജൻ എയർ ആണ് ഫിൽ ചെയ്യുന്നത്. സ്പോയിലേജ് ഓഫ് പൊട്ടാറ്റോ ചിപ്സിന് പ്രിവെന്റഡ് ബൈ ദ പാക്കിംഗ് ദം ഇൻ പ്ലാസ്റ്റിക് ബാഗ്സ് ഇൻ ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് നൈട്രജൻ. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, നൈട്രജൻ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇതേപോലെ ഒരുപാട് പാക്കിങ്ങിന് വേണ്ടി നൈട്രജൻ യൂസ് ചെയ്യുന്നുണ്ട്. അതെ, ഇപ്പൊ നമുക്ക് ടയറുകളിലാണെങ്കിലും നൈട്രജൻ യൂസ് ചെയ്യും. അതെ, ടയറിൽ നൈട്രജൻ ടയേഴ്സ് ഉണ്ട്, ഫിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ലിക്വിഡ് നൈട്രജൻ, അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ അറിയുന്നതാണ് തീർച്ചയായിട്ടും. ഇനി അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ്, മാഗ്നറ്റൈറ്റ് അല്ലെങ്കിൽ അയണിന്റെ ഓറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. പല കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്, the which iron ore is quality of iron അല്ലെങ്കിൽ best based upon iron content? അയണിന്റെ ഏറ്റവും കൂടുതൽ കണ്ടന്റ് അനുസരിച്ച് ഏറ്റവും നല്ല ഓർ അയിര് ഏതാണെന്ന് ചോദിക്കാം. അതെ, അത് മാഗ്നറ്റൈറ്റ് ആണ്. മാഗ്നറ്റൈറ്റ്, പലർക്കും ഹെമറ്റൈറ്റ് ആണെന്ന് തെറ്റിദ്ധരിക്കാം. ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് എന്നൊക്കെ നമ്മൾ സ്കൂളുകളിൽ SLC അതുപോലെ 9ാം ക്ലാസ് മുതൽ പഠിച്ചു വരുന്നതാണ്. അപ്പോൾ തെറ്റിക്കാൻ പാടില്ല ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഹെമറ്റൈറ്റ് അല്ല മാഗ്നറ്റൈറ്റ് ആണ് എന്ന് ഓർത്തിരിക്കുക, അല്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇനി വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ചോദ്യത്തിലേക്ക് പോകാം. അതെ, നമുക്കറിയാം കടന്നല് കുത്തിയാൽ ഭയങ്കര വേദനയാണ്. കടന്നല് കുത്തിയാൽ വളരെയധികം വേദനയാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഈ കടന്നല് കുത്തിയാൽ പലർക്കും എന്താണ് ചെയ്യുന്നത് അറിയില്ല. ചിലർ ഉള്ളി തേക്കും, ചിലർ മഞ്ഞൾ തേക്കും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ സുറുക്ക തേക്കുന്ന, അല്ലെങ്കിൽ വിനേഗർ. അതെ, വിനിഗർ ആണ്. അപ്പൊ അത് ഒരു പക്ഷേ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു തവണ ചോദിച്ചു ഒരു ചോദ്യം. അതെ, ഒരിക്കൽ SSC സ്റ്റാഫ് സെലക്ഷൻ ഒരിക്കൽ ചോദിച്ച ചോദ്യമായിരുന്നത്, ഇഫ് റബ്ബിംഗ് വിനീഗർ ഓൺ ദ സ്റ്റങ് ഏരിയ ഓഫ് ദ സ്കിൻ ഗിവ്സ് റിലീഫ്. അതെ, അതായത് അത് കടന്നല്ല, അല്ലെങ്കിൽ വാസ്പ്. ഈ വാസ്പ് കുത്തുന്ന ഏരിയയിൽ അതിന്റെ റിലീഫിന് വേണ്ടിയിട്ട് ഏത് വിനീഗറാണ് വിനീഗറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതെ. അപ്പോൾ അത് എന്ത് കുത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏത് ജീവിയുടെ ആക്രമണത്തിൽ നിന്നുമാണ് അതിന് റിലീഫിന് വേണ്ടിയാണ് അത് പുരട്ടുന്നതെന്ന് ചോദിച്ചാൽ അത് വാസ്പിനാണ്. അപ്പോൾ വാസ്പിന്റെ ആക്രമണത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ കുത്തിൽ നിന്നും റിലീഫ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, റബ്ബ് ചെയ്യുന്നത് വിനേഗർ ആണെന്ന് കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഈ പോയിന്റുകൾ നമ്മളിപ്പോൾ പ്രധാനപ്പെട്ട ചില പോയിന്റുകളാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്ന് മാഗ്നറ്റൈറ്റിനെ, പിന്നെ ഏറ്റവും കൂടുതൽ പറഞ്ഞ വാസ്പ്.
വാസ്പിനെ പറ്റി പറഞ്ഞു, അതുപോലെ തന്നെ നൈട്രജൻ ഫില്ല് ചെയ്യുന്നു, അതായത് പൊട്ടാറ്റോന്റെ ഒക്കെ സ്പോയിലേജിന്റെ അത് ഓർത്ത് വെക്കുക. പിന്നെ ഫെർട്ടിലൈസർ ആയിട്ടുള്ള ഫോസ്ഫറസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഫെർട്ടിലൈസർ ഇൻഡസ്ട്രിയിലാണ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആ ഈ പോയിന്റുകളെല്ലാം തന്നെ നമ്മൾ ഓർത്തിരിക്കുക. അതുപോലെ സ്റ്റോൺഷിത്തെ പറ്റി പറഞ്ഞു. അപ്പോൾ ഈ പോയിന്റുകളൊന്നും നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്, മത്സര പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടേയിരിക്കുക. അപ്പോഴത്തേക്ക് ഞങ്ങൾ അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത മണിക്കൂറിൽ വരുന്നതായിരിക്കും. ഒപ്പം ഓർക്കുക, ഇതുപോലുള്ള ക്ലാസ്സുകൾ ഇപ്പോൾ ഞങ്ങളുടെ മൈ എക്സാം എന്ന ആപ്ലിക്കേഷനിൽ ലഭ്യമാണ്. മുഴുവൻ ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകൾക്ക്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകൾക്ക് ആവശ്യമായ ട്രെയിനിങ്, ഒപ്പം തന്നെ LDC ദേവസ്വം ബോർഡ് പോലുള്ള പരീക്ഷകൾക്ക്, RRB പോലുള്ള പരീക്ഷകൾക്ക് ആവശ്യമായ ട്രെയിനിങ് എല്ലാം തന്നെ ലഭ്യമാണ്. ഇനി പറയുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് 7025008916 എന്ന നമ്പറിലേക്ക് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ലഭ്യമാകുന്നതായിരിക്കും. ഫോണിൽ വിളിക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി വരുന്ന സ്റ്റേറ്റിൽ നമുക്ക് പുതിയ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ക്ലാസ്സുകൾ കേൾക്കാം. യെസ്, അതുവരേക്കും സൈനിങ് ഓഫ് യുവർ ക്ലോസ് ഫ്രണ്ട് സൂര്യ ധനീഷ് വിത്ത് മൈ ഫ്രണ്ട് നിതിൻ. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ ഫോർ നൗ.